നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൈറോയ്ഡ് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. തൈറോയിഡിനെ കുറിച്ചും ശാസ്ത്രക്രിയയെക്കുറിച്ചും ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അനൂപ് പി സജിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. തൈറോയ്ഡ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? തൈറോയിഡ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊണ്ടയിലുള്ള ഹോർമോൺ, തൈറോയിഡ് സംബന്ധിച്ച ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. തൈറോയിഡിന്റെ പൊതുവെ നമ്മൾ തൈറോയിഡിന്റെ അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, തൈറോയിഡിന്റെ ഹോർമോണുകളുടെ അളവിലെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. രണ്ട്, തൈറോയിഡിൽ ഉണ്ടാകുന്ന മുഴകൾ മൂലം ഉണ്ടാകുന്നുള്ള അസുഖങ്ങൾ. പലപ്പോഴും നമ്മളുടെ രോഗികളുടെ പേഷ്യൻസ് പറയുന്നത് എനിക്ക് ബ്ലഡിൽ തൈറോയിഡിന്റെ അസുഖമുണ്ട് എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ ഹോർമോണിലെ അളവുകളിലുള്ള വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് പ്രധാനമായിട്ട് തൈറോയിഡിന്റെ പ്രവർത്തന രീതിയാണ് കാണിക്കുന്നത്. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകൾ എന്നാണ് ഈ പരിശോധനകൾക്ക് പറയുന്നത്. അത് പ്രകാരം തൈറോയിഡിന്റെ ഹോർമോണുകൾ രക്തത്തിൽ കുറയുകയാണെങ്കിൽ അതിന് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തന ശേഷി കുറയുന്നു. അതേസമയം ഇവ കൂടുകയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് അത് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് തൈറോയിഡിലെ മുഴകൾ. അവിടെയാണ് കൂടുതലും ഒരു സർജന്, ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് റോൾ ഉള്ളത്. തൈറോയിഡിലെ മുഴകൾ പല കാരണങ്ങൾ കൊണ്ടാവാം. കൂടുതലും പ്രശ്നകരമല്ലാത്ത മുഴകളാണ്, പക്ഷേ അത് വലുതാവുന്നത് കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ രോഗികൾക്കുണ്ടാകാം. കുറച്ച് ചെറിയ ശതമാനം മുഴകൾ, തൈറോയിഡിൽ ഉണ്ടാകുന്ന മുഴകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പം അതനുസരിച്ചിട്ടുള്ള ചികിത്സ അതിന് വേണം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു തൈറോയ്ഡ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഭക്ഷണ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുമല്ലോ. അത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? തൈറോയിഡിന്റെ പ്രവർത്തന, അതായത് ഹോർമോണുകളുടെ അളവിലെ വ്യത്യാസം മൂലം ഉണ്ടാവുന്നതാണ് ഈ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ഒരു ഭക്ഷണം സംബന്ധിച്ച് ഒരു കറക്റ്റായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ശരിക്കും പറഞ്ഞില്ല. കുറെ നാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് ഇന്ത്യയിൽ അയഡൈസ് സോൾട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ ഭക്ഷണത്തിലെ അയഡിന്റെ കുറവ് മൂലം ഈ ഹോർമോണിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലോ അയഡിൻ, അങ്ങനെ അയഡിനിലെ നമ്മുടെ ഭക്ഷണത്തിൽ അയഡിന്റെ അളവ് കുറയുന്നു. അത് കാരണം ഉള്ള ബുദ്ധിമുട്ടുകൾ, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നു. അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്ത്യയിൽ 1986 മുതൽ യൂണിവേഴ്സൽ അയഡൈസ് സോൾട്ട്, അതായത് അയഡിൻ ചേർത്ത ഉപ്പ് മാത്രമേ വിൽക്കാവൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ ഒരുവിധം അത് അത് കഴിക്കുന്ന എല്ലാവരും അയഡിൻ സഫീഷ്യന്റ് ആണ്. അതുകൊണ്ട് പ്രധാനമായും അയഡിൻ മൂലമുള്ള പ്രശ്നങ്ങളാണ് ഭക്ഷണത്തിൽ കൂടെ തൈറോയിഡിന്റെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്നുള്ളത് ചില പഠനങ്ങളെങ്കിലും ഗോയിട്രോജൻസ്, അതായത് തൈറോയിഡിന്റെ ഗോയിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ ഒരു സ്വെല്ലിങ്ങിനെയാണ് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെന്റിലോ ഉള്ള ചില വസ്തുതകൾ ഗോയിട്രോജൻസ് എന്ന് പറയും, തൈറോയിഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. അത് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികളിൽ ഉള്ള ഒരു ചില കണ്ടൻസ് ആണ്. തയോസൈനൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന കണ്ടൻസ് ആണ്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങൾ കാണിച്ചു ഈ തയോസൈനൈഡ്സ് നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ അത് തൈറോയിഡിനെ ബാധിക്കാനുള്ള ശേഷി ഇല്ലാതാവുകയും അതുകൊണ്ട് ഒരു പരിമിതമായ രീതിയിൽ കഴിക്കുന്ന, അധികമല്ലാത്ത രീതിയിൽ കഴിക്കുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരിൽ പോലും ക്യാബേജ് അങ്ങനെയുള്ള കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല. അതുപോലെ അയഡിൻ സഫീഷ്യന്റ്, അതായത് നമ്മുടെ ആഹാരത്തിൽ ആവശ്യം പോലെ അയഡിൻ ഉള്ള ആഹാരവും കഴിക്കുന്നവർക്കും ഈ ഗോയിട്രോജൻസിന്റെ പ്രശ്നം ഉണ്ടാവാറില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഹാരം മൂലം തൈറോയിഡിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയില്ല. ഡോക്ടർ, ഇപ്പോൾ തൈറോയ്ഡ് വരികയാണെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സൂചനകളെ നമ്മൾ കരുതിയിരിക്കേണ്ടി വരും? തൈറോയിഡിന്റെ പ്രവർത്തനത്തിന്, അതായത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അങ്ങനെയുള്ള തൈറോയിഡിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ
നമുക്ക് അതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ, ഹൈപ്പോ തൈറോയിഡിസം കുറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ക്ഷീണം, പകൽ സമയം കൂടുതലുള്ള ഉറക്കം, അതേപോലെ ബോഡിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക. സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിലെ സമയത്ത് ഉണ്ടാവുന്ന അതായത് അതിന്റെ ഡ്യൂറേഷനിലും അതിന്റെ ആർത്തവ ക്രമം തെറ്റുക, അങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേസമയം ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ അളവ് കൂടുന്നു, അപ്പോൾ നമ്മുടെ കൂടുതൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്, അതായത് ആവശ്യത്തിൽ ഉള്ള വിശപ്പുണ്ടെങ്കിലും ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്, അതേപോലെ വെപ്രാളം, നെഞ്ചിടിപ്പ്, കയ്യിൽ വിറയൽ, അതേപോലെ ചിലവർക്ക് ഒരു ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉള്ളപ്പോൾ കണ്ണ് തള്ളുക, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അതേസമയം തൈറോയിഡിലെ മുഴകൾ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങളാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിലാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴകൾ നമുക്ക് വളരെ പെട്ടെന്ന് രോഗിയോ അല്ലെങ്കിൽ മറ്റൊരാളോ, രോഗിയുടെ കൂടുള്ള ആളോ പലപ്പോഴും ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് തൊണ്ടയിൽ ഒരു മുഴ നീങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അതനുസരിച്ചിട്ട് അത് പരിശോധന ഡോക്ടറെ അടുത്ത് വരികയും ആണ് പതിവ് ഉള്ളത്. അതേപോലെ ചിലപ്പോൾ കുറച്ചു നാളായി നീണ്ടു നിൽക്കുന്ന ചുമ, തൊണ്ടവേദന, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇരിക്കുന്നത് പോലുള്ളൊരു ഫീലിംഗ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ പ്രധാനമായിട്ടുള്ളത് സൗണ്ടിൽ ഒച്ച അടയ്ക്കുക. അതായത് പ്രത്യേകിച്ചൊരു കാരണം, ഇൻഫെക്ഷൻ, അതായത് നമുക്കൊരു തൊണ്ടവേദനയോ മറ്റു വരുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയടപ്പല്ല, പ്രത്യേകിച്ചൊരു കാരണം ഇല്ലാതെ ഒച്ച അടയ്ക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും തൈറോയ്ഡ് മുഴകൾ മൂലമുള്ള ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. ഡോക്ടർ, ഈ ഒരു അസുഖം എപ്പോഴാണ് അപകടത്തിലേക്ക് മാറുന്നത്? ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഏതൊക്കെ രീതിയിലാണ്? അപ്പം ഈ തൈറോയ്ഡ് മുഴകൾ സംബന്ധിച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഇതിന്റെ ഞാൻ പറയാം, മിക്ക തൈറോയ്ഡിലെ മുഴകളും പ്രശ്നമുള്ളതല്ല, ക്യാൻസർ പോലുള്ളവയല്ല. നമ്മൾ പൊതുവേ തൈറോയ്ഡ് മുഴകൾ എടുക്കുവാണെങ്കിൽ ഒരു 3 മുതൽ 5% മുഴകൾ മാത്രമേ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ബാക്കി 90-95% മുഴകളും ക്യാൻസർ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ, ഒന്ന് മുഴ വലുതാകുന്നത് മൂലം നമ്മുടെ ശ്വാസനാളത്തെയോ അന്നനാളത്തെയോ അത് പതിയെ അത് ഞെരുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ട്, നടക്കുമ്പോൾ ആയിപ്പ്, അതേപോലെ ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും തടഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുക. ചിലർക്ക് ഈ തൈറോയ്ഡ് മുഴകൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് അത് താഴോട്ട്, അതായത് നെഞ്ചിലേക്ക്, റിട്രോസ്റ്റേണൽ ഗോയിറ്റർ എന്ന് പറയും, താഴത്തിലേക്ക് പോകുകയും അവിടെ വെച്ചിട്ട് അത് പ്രധാന രക്തക്കൊള്ളികളെ അമർത്തുന്നത് കാരണം പലപ്പോഴും പേഷ്യൻസിന് അത് ഭയങ്കരമായ ശ്വാസം മുട്ടും, ചില പൊസിഷനിൽ കൈയൊക്കെ ഉയർത്തുമ്പോഴത്തേക്ക് അമിതമായ ശ്വാസം മുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നുള്ളത്, ഈ നമ്മുടെ ശബ്ദത്തെ നിയന്ത്രിക്കുന്ന 2 നെർവ്സ്, റിക്കറൽ ലാരിഞ്ചൽ നെർവ്, അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അടുത്തുകൂടെയാണ് പോകുന്നത്, അതിന്റെ പുറവശത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചില ഈ നെർവ്സിനെ ചിലപ്പോൾ സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മുഴകളിൽ ആ നെർവ്സിനെ അത് ബാധിക്കുമ്പോൾ ശബ്ദം അടയാനും ഒച്ച നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ അപൂർവമായി ക്യാൻസറുകളിൽ, തൈറോയ്ഡ് ക്യാൻസറുകളിൽ അപൂർവമായി നമ്മുടെ ശ്വാസനാളത്തെ, ട്രക്കിയെ അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാമാണ് പലപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്ന്, മുഴകൾ വലുതാവുന്നത് മൂലമുള്ള പ്രഷർ എഫക്ട്സ് ആണ്, അതായത് അന്നനാളത്തെയോ അല്ലെങ്കിൽ ശ്വാസനാളത്തെയോ അത് തടസ്സമുണ്ടാക്കുന്നത്. 2, ചില തൈറോയ്ഡ് മുഴകൾ സ്വമേധയാ തൈറോയ്ഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അത് തൈറോയ്ഡ് ഫംഗ്ഷൻ ക്രമാതീതമായി, തൈറോയിഡിന്റെ പ്രവർത്തനം ക്രമാതീതമായി ഉയരുകയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഈ 3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് മുഴകൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുഴകൾ അവഗണിച്ചാലുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇത്തരത്തിൽ അവഗണിക്കുമ്പോൾ, ഈ ഒരു രോഗം അവഗണിക്കുമ്പോഴാണോ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില മുഴകളുടെ കോംപ്ലിക്കേഷൻസ് കാരണമാണോ ക്യാൻസർ ആവുന്നത്? നമുക്ക് തൈറോയിഡിൽ ഒരു മുഴ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, നമ്മൾ ഇപ്പോൾ ഉള്ള പരിശോധനകളിലൂടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും അൾട്രാസൗണ്ട് സ്കാൻ ആണ് ആദ്യമായി നമ്മൾ ചെയ്യുന്ന പരിശോധന. അപ്പോൾ അതല്ല, വളരെ നമുക്ക് ഇപ്പോൾ വളരെ അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന, അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ.
അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ തൈറോയ്ഡ് മുഴകളുടെ അപ്പൊ ഒരു മുഴ നമ്മൾ സ്കാനിലൂടെ കാണുമ്പോഴത്തേക്ക് അത് കൃത്യമായ വട്ടത്തിലുള്ളതാണോ, അതോ അത് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ, അല്ലെ സംശയാസ്പദമായ മറ്റ് കാരണങ്ങളുണ്ടോ, ചിലതിൽ നമ്മൾ കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഈ റൗണ്ട് കറക്റ്റ് ആയിട്ട് റൗണ്ട് അല്ല, അല്ലെങ്കിൽ അതിന്റെ എക്കോജെൻസിറ്റിയിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അവർക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് സംശയാസ്പദമായ മുഴയാണോ സംശയമില്ലാത്തയോ, ചിലപ്പോൾ വെറും സിസ്റ്റ് ആവും, നീർക്കെട്ട് മാത്രമാവും. അപ്പൊ അങ്ങനെയുള്ളതാണോ എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അൾട്രാസൗണ്ട് തന്നെ അറിയാൻ പറ്റും. അതാണ് ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. രണ്ടാമത് നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിൽ, അതായത് അല്ലെങ്കിൽ കുറച്ച് തൈറോയ്ഡ് ഫംഗ്ഷൻ കുറവായിട്ടുള്ള പേഷ്യന്റിൽ നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ സംശയാസ്പദമായ മുഴകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കുത്തിപ്പരിശോധന, FNAC ടെസ്റ്റ് എന്ന് പറയും. ഇതും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും സാധാരണ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ടെസ്റ്റാണ്. ആകെ നമ്മൾ ബ്ലഡ് ആന്റി കോയഗുലൻസ് എടുക്കുന്നതിൽ മാത്രം കുറച്ച് നമ്മൾ ആന്റി കോയഗുലൻസ് ചിലപ്പോൾ നിർത്തേണ്ടി വരും. ബ്ലഡ് കട്ടിയാവാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നത്, അതാണ് ആന്റി കോയഗുലൻസ്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റ്, ഈ ടെസ്റ്റിലൂടെ നമുക്ക് കുറെ കൂടെ വ്യക്തമായി ഈ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഏത് നോഡ്യൂളിലാണ്, ഏത് മുഴയിലാണ് സംശയമുള്ളത്, ആ നോഡ്യൂളിന് തന്നെ സാമ്പിൾ എടുക്കാനും അതോടൊപ്പം തന്നെ അത് ലാബിൽ പരിശോധന ചെയ്തിട്ട് ഇതിനകത്ത് ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു പരിധിവരെ നമുക്ക് മനസ്സിലാകും. എന്നിരുന്നാലും ഇതിനകത്ത് FNAC ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ശശികലയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം. ഹലോ സർ. എനിക്ക് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. ഇപ്പോഴും എനിക്ക് തൈറോയിഡിന്റെ അളവ് കൂടുതലാണ്, 100 ഒക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം. അപ്പം ഗുളിക തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി മാഡം തൈറോയ്ഡ് ഓപ്പറേഷൻ? എനിക്ക് 2 വർഷമായി. 2 വർഷമായി. അപ്പോൾ അന്ന് തൈറോയ്ഡ് നീക്കം ചെയ്തപ്പോഴത്തേക്ക് തൈറോയ്ഡ് മുഴുവനായി നീക്കം ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നോ? മുഴുവനായി നീക്കം ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ മാഡം, ഹലോ പറഞ്ഞോളൂ. ഹലോ സർ. ഹലോ 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 എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ക്ലിയർ ആവുന്നില്ല. എന്തായാലും സാധാരണഗതിയിൽ തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൈറോയിഡ് ഗുളിക കഴിക്കേണ്ട, തൈറോക്സിന്റെ ഡോസ് നമ്മുടെ TSHന്റെ അളവ് നോക്കിയാണ്, രക്തത്തിൽ TSHന്റെ അളവ് നോക്കിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഒരു റീപ്ലേസ്മെന്റ് ഡോസ് യൂഷ്വലി നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഏകദേശം 1.25 മുതൽ 1.5 ടൈംസ് ആണ്. അപ്പോൾ 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ 100 മൈക്രോഗ്രാം ആണ് റീപ്ലേസ്മെന്റ് ഡോസായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മൾ TSHന്റെ അളവ് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവുള്ളത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈറോക്സിൻ എന്ന് പറയുന്ന ഗുളിക നമ്മൾ എന്നും രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ വെറും വയറ്റിൽ പലപ്പോഴും ഞാൻ 1-2 പേഷ്യൻസ് എങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വെറും വയറ്റിൽ കഴിക്കാൻ പറഞ്ഞ് കഴിച്ചതിന് ഒരു അരമണിക്ക് ഒരു 2 അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ശേഷം ചായയോ അങ്ങനെയുള്ള മറ്റുള്ള ആഹാരങ്ങളോ ചിലരെങ്കിലും കഴിക്കാറുണ്ട്, ചിലരെങ്കിലും. അപ്പോൾ അത് പക്ഷേ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെറും വയറ്റിൽ, 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും ഗുളിക നമുക്ക് വെറും വയറ്റിൽ ഇരുന്നാൽ മാത്രമേ അതിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. അതുപോലെ പലപ്പോഴും ഇത് ഡെയിലി കഴിക്കുന്നതല്ലേ, ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസം 10 ദിവസം നമ്മൾ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഡോസ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ അന്നേരം ഈ TSHലുള്ള വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ശരിയായിട്ട് നമ്മൾ ഗുളിക കഴിക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. 2, നമ്മൾ മുടങ്ങാതെ ഗുളിക കഴിക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്നിട്ടും TSH കൂടി നിൽക്കുവാണെങ്കിൽ നമ്മളത് ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ഡോസ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടും TSH ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് കറക്റ്റ് ആവും. എന്നിട്ടും നമുക്കുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റു പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു വന്നത് ടെസ്റ്റുകളും മറ്റും കാര്യങ്ങളാണ്. ഡോക്ടർ തുടർന്നോളൂ.
അപ്പോൾ FNAC-യിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സൂചി പരിശോധന എന്ന് പറയും. അപ്പോൾ അതിൽ കോശങ്ങളുടെ അളവ്, കോശങ്ങളുടെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കുറിച്ച് ഒരു ചെറിയായ ഒരു ഊഹം, നമുക്ക് കുഴപ്പമില്ല, ഒരുവിധം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാലും FNAC ടെസ്റ്റുകളിൽ ചില കോശങ്ങൾ മാത്രമേ നമ്മൾ പരിശോധനയ്ക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനും കുറച്ചൊരു പരിമിതികളുണ്ട്. അപ്പോൾ ചില കേസസിൽ അവർ സാധാരണ കോശങ്ങളിൽ നിന്ന് മാറ്റം എന്നുള്ള അർത്ഥത്തിൽ ATPR ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ് എന്നോ അല്ലെങ്കിൽ ഫോളിക്കുലർ നിയോപ്ലാസം അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ തരും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അല്ലാത്ത എന്തോ ചില കോശങ്ങൾ ഞങ്ങൾ ഈ ടെസ്റ്റിൽ കണ്ടു എന്നാണ് ഡോക്ടർ, ഈ FNAC ടെസ്റ്റ് പരിശോധിച്ച ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് പല ക്രൈറ്റീരിയയും കൂടെ കൺസിഡർ ചെയ്തിട്ട്, ഈ ചിലവർക്ക് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ആന്റിബോഡീസ് തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുമ്പോൾ തൈറോയിഡിന് വീക്കം ഉണ്ടാവുകയും അതുമൂലം ചില ചേഞ്ചസ് തൈറോയിഡിൽ വരും. അപ്പൊ അത് കാരണം ചിലപ്പോൾ ATP ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ് ഉണ്ടാകാം. അതല്ലെങ്കിൽ ചില ചേഞ്ചുകൾ ഓൾറെഡി വരുന്നതാവാം. അപ്പോൾ അങ്ങനെ, പക്ഷെ എന്തായാലും നമുക്ക് നോർമലിനെ കുറിച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി നമുക്ക് ഒന്നുകിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ അത് നീക്കം ചെയ്യണമെന്ന് പറയുകയും ചെയ്യാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൈറോയിഡിന്റെ ഓപ്പറേഷനിൽ സാധാരണഗതിയിൽ മുഴയുള്ള ഭാഗം മാത്രം നീക്കം ചെയ്യുന്ന ലോബെക്ടമി അല്ലെങ്കിൽ ഹെമി തൈറോയിഡക്ടമി എന്ന് പറയും. അത് തൈറോയിഡിന്റെ തൈറോയിഡിന് നമ്മൾ ശാസ്ത്രീയമായി പറയുവാണെങ്കിൽ 2 ലോബുകൾ, അതിൻ്റെ ഇടയിലൂടെ ഒരു ഇസ്തുമസ് എന്ന് പറയുന്ന ലോബാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു ലോബിലെ മാത്രം ബാധിക്കുന്ന ചെറിയ മുഴകളാണെങ്കിൽ പലപ്പോഴും അത് ക്യാൻസറിന് സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഹെമി തൈറോയിഡക്ടമി മതിയാകും. അതേസമയം 2 ലോബുകളെയും ബാധിക്കുന്ന മുഴകൾ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ മുഴകളുണ്ട്, 2 ലോബിനെയും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാൻസറിന്റെ സംശയം നല്ല രീതിയിൽ ഉണ്ട്, അല്ലെങ്കിൽ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വളരെ വലിയ മുഴകളാണ്, അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മൾ നിയർ ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമി, അതായത് പൂർണ്ണമായും തൈറോയിഡ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നിയർ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അല്പം മാത്രം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി മാത്രം ബാക്കി വെച്ചിട്ട് തൈറോയിഡ് നീക്കം ചെയ്യുന്ന ടെസ്റ്റുകൾ സർജറി പറയാറുണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പയ്യോളിയിൽ നിന്ന് പ്രസീനയാണ്. പ്രസീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ. ഹലോ, നമസ്കാരം സാർ. ഹലോ. ഹലോ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ. എനിക്ക് തൈറോയിഡിന്റെ മുഴ എടുത്തിട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. ഹലോ, പറഞ്ഞോളൂ മാഡം. പറഞ്ഞോളൂ മാഡം. തൈറോയിഡിന്റെ മുഴ എടുത്തിട്ട് ഇപ്പം 12 വർഷമായി. ഓക്കെ. അപ്പൊ ഇപ്പം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം പെട്ടെന്ന് ഹലോ. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്ത് എന്തോ ബുദ്ധിമുട്ടായിട്ട്, അപ്പോൾ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തു TSH. അപ്പൊ അതില് 7.5. എനിക്ക് ചോദ്യം ഒട്ടും ക്ലിയർ ആയില്ല, വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഹലോ. ഡോക്ടർ, പ്രേക്ഷക പറഞ്ഞത് 12 വർഷത്തിന് മുന്നെയാണ് തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞത്, ഇപ്പോഴും ഗുളിക കുടിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് പ്രേക്ഷക പറഞ്ഞത്. ഡോക്ടറിന്റെ മറുപടി എന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ഈ ഗ്രന്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വളരെയധികം ആവശ്യമുള്ള ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോണുകൾ. അത് ഉൽപ്പാദിപ്പിക്കുന്ന ജോലിയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാന ജോലി. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ ഒരളവിൽ കൂടുതൽ നമ്മൾ പലപ്പോഴും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് തൈറോയിഡിന്റെ പ്രവർത്തനം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സർജറിയിലൂടെ പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ടാവാം അന്നത്തെ രോഗ സാഹചര്യം വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇനി തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ല,
അപ്പോൾ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് പകരം കൊടുക്കുന്നതിനായിട്ടാണ് തൈറോക്സിൻ ഗുളിക, തൈറോയ്ഡ് ഹോർമോൺ ഉള്ള ഗുളിക കഴിക്കുന്നത്. അത് കഴിക്കുന്നത് കൊണ്ട് TSHന്റെ തൈറോയിഡിന്റെ ഹോർമോണുകളുടെ അളവ് നോർമൽ ലെവലിൽ നിൽക്കുവാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. വേറെ സൈഡ് എഫക്ട്സ് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഗുളിയാണ്. കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയും കറക്റ്റായിട്ട് അത് കഴിക്കുകയാണ് വേണ്ടത്. പിന്നെ കൃത്യ സമയങ്ങളിൽ ഇടവേളകളിൽ TSH നോക്കിയിട്ട് കറക്റ്റ് ഡോസ് ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി സർജറിക്ക് ശേഷം നമ്മൾ തൈറോയ്ഡ് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ജീവിതകാലം മുഴുവൻ ആ തൈറോയ്ഡിന്റെ ഗുളിക കഴിക്കേണ്ടി വരും. നമ്മൾ തൈറോയിഡിനെ കുറിച്ചും ചികിത്സാ മാർഗത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രകാശൻ വെഞ്ഞാറമൂട് നിന്നാണ്. പ്രകാശൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാർ ഹലോ. നമസ്കാരം. സാർ ഹലോ. സാർ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതില് TSH സാർ പറയട്ടെ. പറഞ്ഞോളൂ സാർ കേൾക്കാം. എന്റെ ബ്ലഡ് ടെസ്റ്റ് TSH 0.2. അതേ ദിവസം തന്നെ രണ്ടാമത് വേറൊരു ലാബില് ടെസ്റ്റ് ചെയ്തപ്പോ TSH 0.03. അത് കഴിഞ്ഞിട്ട് ഫ്രീ തൈറോയിഡ് 3. സാർ ഞാൻ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടു. അതിന്റെ റിസൾട്ട് എല്ലാം പറയട്ടെ. ഫ്രീ തൈറോയിഡ് 3 2.91. ഫ്രീ തൈറോയിഡ് T4 1.05. സിറം T3 1.94. സിറം T4 78.8. ഇതാണ് എന്റെ റിസൾട്ട് തന്നിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഗുളിക എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നോ സാർ? ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ ഗുളിയൊന്നും കഴിക്കുന്നില്ല? ഇന്ന് കഴിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ TSHലെ ഒരു വ്യത്യാസം, ഒന്ന് ചിലപ്പോൾ ലാബുകളുടെ ഇടയിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണാറുണ്ട്. പിന്നെ മറ്റൊരു വ്യത്യാസം കാണാറുള്ളത്, നമ്മൾ വെറും വയറ്റിലാണ് TSH ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതും ആഹാരം കഴിച്ചതിന് ശേഷം TSH ടെസ്റ്റ് ചെയ്യുമ്പോഴും ചെറിയൊരു വ്യത്യാസം കാണാറുണ്ട്. ഇത് അപ്പോൾ നമുക്ക് ഒരു സാധാരണഗതി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടൊരു റിപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം തന്നെ ഒരു തവണയും കൂടി ചോദിക്കാം. ഡോക്ടർ, പ്രേക്ഷകൻ ഗുളിക കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഗുളിക കഴിച്ചാൽ മാത്രം ഈ അസുഖം മാറുമോ? എപ്പോഴാണ് സർജറി എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്? സർജറി ഏതൊക്കെ രീതികളിലുണ്ട്? ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ? ഗുളിക കഴിച്ചാൽ മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തൈറോയിഡ് ഫങ്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് ഗുളികയാണ് പരിഹാരം മിക്കപ്പോഴും. അതായത് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നു, അതായത് TSH കൂടുന്നു. പലപ്പോഴും നമ്മൾ തൈറോയിഡിന്റെ അളവ് കുറവാണ്, പക്ഷേ ബ്ലഡിൽ TSH കൂടുതലാണ്. അത് അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പം TSH കൂടുന്നു, മറ്റ് തൈറോയിഡിന്റെ അളവ് തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുന്നു. അതിന് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. അതിന് നമ്മൾ തൈറോക്സിൻ ഗുളികയാണ് സാധാരണഗതിയിൽ കൊടുക്കാറ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള മരുന്നും തൈറോക്സിൻ ഗുളികയാണ്. അതേസമയം തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്നു, തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് കൂടുന്നു, ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ TSHന്റെ അളവ് കുറയുന്നു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അന്നേരം ഹൈപ്പർ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നിയോമർക്കോസോൾ, കാർബിമസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് കൊടുക്കാറ്. അപ്പോൾ തൈറോയിഡ് ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനുള്ള മാർഗം പ്രധാനമായും മെഡിസിൻസ് ആണ്. തൈറോയിഡിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ശസ്ത്രക്രിയകളും തുടർന്നുള്ള കോംപ്ലിക്കേഷൻസും ഒന്ന് പറയാമോ? ശസ്ത്രക്രിയ പ്രധാനമായിട്ടും ഞാൻ ഏതൊക്കെ കണ്ടീഷൻസിന് ചെയ്യണമെന്നുള്ളത് ആദ്യം പറയാം. പ്രധാനമായിട്ടും തൈറോയിഡിലെ മുഴകൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതായത് കംപ്രസീവ് സിംറ്റംസ് എന്ന് നമ്മൾ പറയും. ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടാവുക,
നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുക, തൈറോയിഡ് പതിയെ പതിയെ നടക്കുമ്പോഴുള്ള ആയിപ്പ് ഉണ്ടാവുക, സൗണ്ടിൽ വ്യത്യാസം വരിക, ഒച്ച എടുക്കുമ്പോഴത്തേക്ക് തൊണ്ട അടയ്ക്കുക, അങ്ങനെയുള്ള ഈ മുഴകൾക്ക് അപ്പം നമ്മൾ തൈറോയിഡിന്റെ മുഴ കാരണമുള്ള കംപ്രഷൻ സിംറ്റംസ് ആണെന്ന് മനസ്സിലാക്കുകയും മറ്റ് ടെസ്റ്റുകളെല്ലാം നോർമലാണ്, ക്യാൻസറിന്റെ സംശയം അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയും നമ്മൾ തൈറോയിഡിന്റെ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. 2, റിട്രോസ്റ്റെനൽ ഗോയിറ്റേഴ്സ്, അതായത് തൈറോയിഡിന്റെ മുഴ തൊണ്ടയിലല്ലാതെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ നെഞ്ചിലേക്ക്, നെഞ്ചിന്റെ ആ ലങ്സിന്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നത് റിട്രോസ്റ്റെനൽ, നമ്മുടെ ഈ നെഞ്ചിലെ ഈ എല്ലിന്റെ ഭാഗമായിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ റിട്രോസ്റ്റെനൽ ഗോയിറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഹാർട്ടിന്റെ അങ്ങോട്ടൊക്കെ ചിലപ്പോൾ അത്രയും താഴോട്ട് മുഴ പോകാൻ അപൂർവമായിട്ടെങ്കിലും സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള സംശയം നമുക്ക് പരിശോധനകളിൽ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിലോ. ഹലോ ഡോക്ടറിന് ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്, അതുകൊണ്ടാണ് ഇടപെട്ടത്. തൈറോയിഡിനെ കുറിച്ചും ശസ്ത്രക്രിയയെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അനൂപ് പി സജിയാണ്. നന്ദി ഡോക്ടർ.